ഇന്നത്തെ എൻ്റെ വീഡിയോ പല്ല് തേയ്മാനത്തെക്കുറിച്ചാണ്. ഈ ഇടങ്ങളിലായി സർവ്വസാധാരണയായി മിക്ക ആളുകളിലും കാണുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ് പല്ല് തേയ്മാനം. അവർ ഈ പല്ല് തേയ്മാനം നോട്ടീസ് ചെയ്യുന്നത് പല്ലിൽ ചെറിയ തോതിൽ പുളിപ്പ് അനുഭവപ്പെടുകയും പല്ല് മഞ്ഞ നിറമാവുകയും ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ വില്ലൻ പല്ല് തേയ്മാനമാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് പല്ല് തേയ്മാനം എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കാം. ഇതിന് മിക്ക കാരണക്കാര് ഈ പറയുന്ന നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ പല്ല് തേയ്മാനം വരുന്നത് ഒന്നല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിക്കുന്നത് കൊണ്ട്, രണ്ട് ഉമിക്കരി പോലുള്ള വസ്തുക്കൾ കൊണ്ട് പല്ല് തേക്കുന്നത് കൊണ്ട്, മൂന്നാമതായി പൽപ്പൊടിയൊക്കെ വെച്ച് കൈവച്ച് അമർത്തി തേക്കുമ്പോഴാണ് ഈ പല്ല് തേയ്മാനം കാണുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മയൊക്കെ പറയുമ്പോൾ എൻ്റെ പല്ലിൽ കുറച്ചൊന്ന് അഴുക്കുണ്ടായിരുന്നപ്പോൾ ഉമ്മിക്കരി വെച്ച് തേക്കാൻ മേടിച്ചു തരും, അല്ലെങ്കിൽ പാൽപ്പൊടി വെച്ച് തേക്കാൻ മേടിച്ചു തരും. പക്ഷേ ഇപ്പോഴാണ് ഈ ഉമ്മിക്കരിയും കൊണ്ടും പാൽപ്പൊടിയും കൊണ്ടും ഉള്ള ദൂഷ്യഫലം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ആയാലും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉമ്മിക്കരിയും ഈ പൽപ്പൊടിയും ഒന്നും ഇപ്പോൾ യാതൊരുവിധ സൊല്യൂഷനല്ല. ഇത് വളരെ കൂടുതലായിട്ടുള്ളൊരു അബ്രസീവ് കണ്ടൻ്റ് ആണ്. ഇത് എങ്ങനെയാണ് പല്ല് വെളുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുകളിലത്തെ ഇനാമലിൻ്റെ ഒരു ലെയർ കളഞ്ഞിട്ടാണ് ഇത് പല്ല് വെളുക്കാനായിട്ട് വരുന്നത്. പക്ഷേ ഇത് ഏറ്റവും വലിയ ദൂഷ്യഫലമായിട്ടുള്ള നമ്മുടെ ഇനാമൽ ഫുള്ളായിട്ട് തേഞ്ഞു പോവുകയും അതുവഴി നമ്മൾക്ക് പുളിപ്പ് അനുഭവപ്പെടുകയും പിന്നെയും നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്യാതെ ഇരിക്കുകയാണ്, പിന്നെയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വെച്ചാണ് പല്ല് തേക്കുന്നത് എങ്കിൽ നമ്മൾക്ക് കാലക്രമേണ നല്ല പുളിപ്പ് അനുഭവപ്പെടുകയും അതിലോട്ട് ഇൻഫെക്ഷൻ ആവുകയും അത് നിൽക്കാൻ പറ്റാത്ത വേദന ആവുകയും ചെയ്യുന്നത് ആണ്. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ റൂട്ട് കനാൽ പോലത്തെ ചികിത്സകൾ ചെയ്യേണ്ടി വരികയും അതുവഴി നമ്മൾക്ക് ക്യാപ്പ് ഇടുകയും ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങനത്തെ രീതിയിലുള്ള ബാഡായിട്ടുള്ള ബ്രഷിങ് ഹാബിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ പല്ലുകളുടെ സംരക്ഷണം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് ടേക്ക് കെയർ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.